മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേകൾ തുറന്നു. ജലനിരപ്പ് 136 അടി പിന്നിട്ടതോടെയാണ് ഡാം തുറന്നത്. 13 സ്പിൽവേ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സെക്കൻഡിൽ 250 ഘനയടി വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. പെരിയാറിന്റെ തീരത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഇപ്പോൾ സ്പിൽവേ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലൊരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ? എല്ലാം നിയന്ത്രണ വിധേയമായി തന്നെയാണോ? നിലവിൽ എല്ലാം യാതൊരുവിധ ഇടയില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം കുറച്ച് വെള്ളം മാത്രമാണ് പെരിയാർ നദിയിലേക്ക് ഒഴുകുന്നത്. അതായത് സെക്കൻഡിൽ 250 ക്യൂസെക് വെള്ളം മാത്രം. നിലവിൽ 136 നിലവിലത്തെ റൂൾ കർവ് പ്രകാരമുള്ള മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉണ്ടാവേണ്ടത്. അതിന് മുകളിലേക്ക് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ കയറുന്നു. 136.20 അടിയിലേക്ക് എത്തിയിരുന്നു. ഈ ജലനിരപ്പ് റൂൾ കർവ് പ്രകാരമുള്ള നിരക്കിലേക്ക് നിലനിർത്തുന്നുള്ള നടപടികളാണ് തമിഴ്നാട് സ്വീകരിക്കുന്നത്. നാമമാത്രമായ രീതിയിൽ വെള്ളം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യം. ഒപ്പം തമിഴ്നാട് ടണൽ മാർഗം 2100 ഘനയടിയിലധികം വെള്ളം ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ രാത്രികളിലൊക്കെ മഴയുണ്ടായിരുന്നു. ഒപ്പം നീരൊഴുക്ക് ശക്തമായി തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുറത്തേക്ക് ഒഴുക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഇപ്പോഴും അണക്കെട്ടിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. 3800ഓളം ക്യൂസെക് വെള്ളം സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് വന്നു ചേരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി മഴ മാറി നിൽക്കുന്നു. ആ ഒരു സാഹചര്യം കൊണ്ട് വരും മണിക്കൂറുകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നീരൊഴുക്ക് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടതായി വരത്തില്ല. അപ്പം ഈ 136 നിരക്കിലേക്ക് ജലനിരപ്പ് നിലനിർത്താനുള്ള നടപടി തമിഴ്നാട് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ നിരക്കിലായിരിക്കും വെള്ളം പുറത്തേക്ക് ഒഴുകുക. എന്തായാലും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തുന്നത്. അപ്പം മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം തുറന്ന് വിടുന്നത് പെരിയാറിൽ കൂടുതൽ വെള്ളം എത്താനുള്ള സാഹചര്യം കുറവാണ്. നിലവിൽ വലിയ തോതിൽ വെള്ളം പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയില്ല. ഒപ്പം ഇടുക്കി ഡാമിലേക്കും വലിയ തോതിൽ വെള്ളം എത്തുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പം അതായത് നിലവിൽ 57% വെള്ളം ഇടുക്കി അണക്കെട്ടിലുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൂടി എത്തിയാൽ പോലും ഇടുക്കി അണക്കെട്ട് തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലത്തെ അവസ്ഥയില്ല. എന്തായാലും നിയന്ത്രണവിധമായ കാര്യങ്ങൾ ഒപ്പം ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ന് പകലാണ് ഡാം തുറന്നത്. അത് തന്നെ വലിയ ആശ്വാസകരമാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ രാത്രികാലങ്ങളിൽ അണക്കെട്ട് തുറന്നത് സ്പിൽവേ ഉയർത്തിയത് വലിയ പ്രതിസന്ധികൾക്ക് സൃഷ്ടിച്ചത്. വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും ഒപ്പം വലിയ അളവിൽ വെള്ളം തുറന്നുവിട്ട ഒരു സാഹചര്യം. ഇപ്പോൾ നിയന്ത്രണ വിധേയമായ 250 ക്യൂസെക്കോളം മാത്രം വെള്ളം ഒഴുകുന്നു. അത് ജനങ്ങൾക്ക് വലിയ സൃഷ്ടിക്കുന്നില്ല എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.